നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. സകല പ്രതീക്ഷകളും മരവിച്ചു പോയ മനുഷ്യർക്ക്, അത്താണിയെല്ലാം അകന്നുപോയ പതിതർക്ക് നീതിയുടെ അവസാനത്തെ ആശ്രയമാണ് കോടതികൾ. അതിൽ തന്നെയും പരമോന്നത നീതിപീഠമെന്നാൽ എല്ലാ അന്യായങ്ങൾക്കുമെതിരായ പ്രത്യാശാ ഗോപുരമാണ്. ആ സുപ്രീം കോടതിയെ നോക്കി കണ്ണീര് പൊഴിക്കുന്നു പതിറ്റാണ്ടുകൾ നിയമവഴിയിലൂടെ സഞ്ചരിച്ച ഒരു അഭിഭാഷകൻ. എൻ്റെ രാജ്യവും അവിടുത്തെ കോടതികളും ഇങ്ങനെയാകരുത് എന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, വാക്കുകൾ പാതിയിൽ മുറിയുന്നു. വിരമിച്ചിറങ്ങിപ്പോയ ചീഫ് ജസ്റ്റിസ് മുതൽ ഏറ്റവും അടിത്തട്ടിലെ മജിസ്ട്രേറ്റുമാർ വരെ ഇന്ത്യൻ മതനിരപേക്ഷതയോട്, ആധുനിക നീതി സങ്കല്പത്തോട് ചെയ്തു കൂട്ടുന്ന ദ്രോഹങ്ങളെക്കുറിച്ചാണ് ദുഷ്യന്ത് ദവേ എന്ന നൈതിക ബോധമുള്ള മനുഷ്യൻ സംസാരിക്കുന്നത്, വേദനിക്കുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദവേ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന് ഏറ്റിരിക്കുന്ന ഗുരുതര പരിക്കുകൾ ഏതൊക്കെയാണ് എന്നതാണ്. വർഗീയവാദികൾ അവകാശവാദം ഉന്നയിച്ചു വന്നാൽ ഏതു പള്ളിയിലും കുഴിച്ചു പരിശോധനയാകാമെന്ന ഗുരുതരമായ കീഴ്വഴക്കത്തിന് തുടക്കം കുറിച്ചു വെച്ച് പോയ DY ചന്ദ്രചൂഡ് മുതൽ ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യമാണ് ഇന്ത്യയിൽ നടപ്പാവുക എന്ന് പ്രസംഗിച്ച ഹൈക്കോടതി ജഡ്ജി വരെയുള്ളവർ നമുക്കേറ്റ ആഘാതത്തിൻ്റെ ആഴം എത്രയാണെന്ന് വിളിച്ചു പറയുന്നു. മുന്നിലെത്തുന്നവൻ്റെ ഹർജിയിലെ നീതിയിലേക്കല്ല, അവരുടെ മതത്തിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുറക്കെ പറയുന്ന ജഡ്ജിമാർ പിറവിയെടുത്തിരിക്കുന്നു ഈ നാട്ടിൽ. നാം എങ്ങനെ മറികടക്കും ഈ മഹാവ്യാധിയെ? ആര് തിരുത്തും ഈ നീതിവിരുദ്ധരായ ന്യായാധിപരെ? ഇന്ത്യൻ നിയമവൃത്തത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം ഘോഷിക്കപ്പെട്ട ന്യായാധിപനാണ് DY ചന്ദ്രചൂഡ്. നിയമത്തിൽ ആഴത്തിൽ അറിവുള്ള, ആധുനിക സാമൂഹിക വ്യവസ്ഥയെ കൃത്യമായി അപഗ്രഥിക്കുന്ന, നിയമം കാലത്തിനൊപ്പിച്ച് മാറ്റി വായിക്കേണ്ടതുണ്ടെന്ന് ശരിയായി മനസ്സിലാക്കിയിരുന്ന ആളാണ് അദ്ദേഹം. പ്രൗഢമായൊരു അഭിഭാഷക ജീവിതത്തിൻ്റെ ചരിത്രമുണ്ടായിരുന്ന അദ്ദേഹം ഒരേ സമയം പഴയതും പുതിയതുമായ തലമുറകളെ കൂട്ടിയോജിപ്പിച്ച ന്യായാധിപൻ എന്ന ഖ്യാതിക്കും ഉടമയായിട്ടുണ്ട്. ചന്ദ്രചൂഡ് 2 വർഷം ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയിലിരുന്നപ്പോൾ അതിപ്രധാനമായ ഒട്ടേറെ വിധി പ്രസ്താവങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി. എന്നാൽ 2 CJI ദൗത്യം പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ അഭിനന്ദനങ്ങളെക്കാൾ ഏറെ വലിയ വിമർശനങ്ങളുടെ നടുവിലൂടെയാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോയത്. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റും രാജ്യത്തെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന അഭിഭാഷകരിൽ ഒരാളുമായ അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദവേ പറഞ്ഞത്, ചന്ദ്രചൂഡിനെയും അദ്ദേഹത്തിൻ്റെ സേവനകാലത്തെയും ഇന്ത്യൻ ജനത എത്രയും വേഗം മറന്നു പോവട്ടെ എന്നാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദുഷ്മോഹങ്ങൾക്ക് ഒത്താശ ചെയ്തു വന്ന ദുഷ്പേര് അദ്ദേഹത്തെ വിട്ടുപോകില്ലെന്ന് കടത്തിപ്പറയുന്നു ദുഷ്യന്ത് ദവേ. ഏകാധിപത്യ രൂപമുള്ളൊരു സർക്കാർ ആവർത്തിച്ച് രാജ്യം ഭരിക്കുമ്പോൾ നീതിദാഹികളായ മനുഷ്യർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത് കോടതികളെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയെ ആയിരിക്കുമെന്നും അതിൽ അനീതിയുടെ അധ്യായം രചിച്ചാണ് ചന്ദ്രചൂഡ് പടിയിറങ്ങിപ്പോയതെന്ന് പറയാൻ ദുഷ്യന്ത് ദവേ മടി കാണിക്കുന്നില്ല. അതിന് അദ്ദേഹം നിറയെ കാര്യങ്ങൾ ഉദാഹരിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് വാർത്താ പോർട്ടലായ ദ വയറിന് നൽകിയ അഭിമുഖത്തിലാണ് നമ്മൾ അനുഭവിക്കുന്ന കെടുതികൾ എത്ര വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് ദവേ ഒരു വേള പൊട്ടിക്കരയുന്നതും. 2022 ചന്ദ്രചൂഡ് CJI ചുമതലയേൽക്കുന്നതിന് മുൻപ് ദുഷ്യന്ത് ദവേ ഇതേ വയറിന് ഒരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. അന്നു തന്നെ ചന്ദ്രചൂഡിന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എത്ര ശരിയായി നിർവഹിക്കാൻ കഴിയുമെന്നതിൽ ദവേ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇത്ര കഠിനമായി നിലകൊള്ളുന്നൊരു കാലത്ത് ചന്ദ്രചൂഡിനെ പോലെ പല കാര്യത്തിലും പിടിവാശികളുള്ള ഒരാൾ എങ്ങനെ ശരിയായി ദൗത്യം നിർവഹിക്കുമെന്ന ചോദ്യമാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. ചന്ദ്രചൂഡിൻ്റെ നിയമജ്ഞാനത്തെക്കുറിച്ചും മനോഹരമായ അഭിഭാഷക കാലത്തെക്കുറിച്ചും സംശയമുണ്ടായിരുന്ന ആളല്ല ദവേ. പക്ഷേ പലതരത്തിലും പുരോഗമന ചിന്താധാരയെ പ്രതിനിധീകരിക്കുന്ന ചന്ദ്രചൂഡ് ക്രിമിനൽ നിയമങ്ങളുടെ കാര്യത്തിൽ ഒരു അറുപഴഞ്ചൻ ചിന്താഗതിക്കാരനാണ് എന്ന് അദ്ദേഹം പറയുന്നു. ക്രിമിനൽ കേസുകൾ മുന്നിൽ വന്നാൽ അതിൽ ജാമ്യം നൽകാൻ ചന്ദ്രചൂഡ് എല്ലായ്പ്പോഴും മടി കാണിച്ചുവത്രേ. എന്നാൽ അർണബ് ഗോസ്വാമിയെപ്പോലെ ഭരണകൂടത്തിന് പ്രിയപ്പെട്ട ആളുകൾ മുന്നിൽ വരുമ്പോൾ അവർക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറക്കി വിടാൻ അദ്ദേഹം പലപ്പോഴും ധൃതി കാണിച്ചു. ജസ്റ്റിസ് ലോയയുടെ അസ്വാഭാവികമായ മരണം സംബന്ധിച്ച കേസിൽ
അന്വേഷണമേ വേണ്ട എന്ന് തീരുമാനിച്ചത് ചന്ദ്രചൂഡാണെന്ന് രാജ്യത്തോട് പറയുന്നു ദവെ. ഹാദിയയുടെ കേസിൽ അസാധാരണമായി NIA അന്വേഷണം അനുവദിച്ചത്, മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ BCCI പദവിയിലെ തുടർച്ച അനുവദിച്ചത്, ഇവയെല്ലാം സർക്കാരിനോട് വിധേയപ്പെട്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എടുത്ത തീരുമാനങ്ങളാണെന്ന് ദവെ വിമർശിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ പല വിധികളും പ്രസ്താവിച്ചിറങ്ങിപ്പോകുമ്പോഴും ചന്ദ്രചൂഡിനെക്കുറിച്ച് പഴയ അതേ അഭിപ്രായം ആവർത്തിക്കാൻ ദുഷ്യന്ത് ദവെയ്ക്ക് പലവിധ കാരണങ്ങൾ ഇപ്പോഴുമുണ്ട്. മികച്ചതും സത്യസന്ധവുമായ നീതിന്യായ വ്യവസ്ഥ പുലർന്നു പോരുന്ന നാട്ടിലെ ആരോഗ്യകരമായ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്നിരിക്കെ അങ്ങനെ ഒരു നിയമവ്യവസ്ഥയുടെ സംസ്ഥാപനത്തിനും വികസനത്തിനുമായി ചന്ദ്രചൂഡ് കാര്യമായി ഒന്നും ചെയ്തില്ല എന്നാണ് ദവെ വിമർശിക്കുന്നത്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യയിലെ കോടതികളിൽ 4 കോടിയിലധികം കേസുകൾ കെട്ടിക്കിടന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം വിരമിച്ചിറങ്ങുമ്പോൾ അത് 1 കോടി കൂടി 5 കോടിയായി എന്ന് ദവെ പറയുന്നു. രാജ്യത്തെ കീഴ്ക്കോടതികളെ ജഡ്ജിമാരെയും മജിസ്ട്രേറ്റുമാരെയും ശരിയായി നിയമനിർവഹണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിലും ചന്ദ്രചൂഡ് പരാജയപ്പെട്ടുവെന്ന് ദവെ പറയുന്നുണ്ട്. കശ്മീരിൻ്റെ പ്രത്യേക പദവി അംഗീകരിക്കുന്ന ഭരണഘടനയുടെ 370-ാം ആർട്ടിക്കിൾ റദ്ദാക്കിയ നടപടി ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായിരുന്ന സുപ്രീം കോടതി ബെഞ്ച് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ദവെ പറയുന്നു. അതിന് പിന്നിൽ ഭരണകൂട താൽപ്പര്യം പ്രവർത്തിച്ചുവെന്ന്. ആർട്ടിക്കിൾ 370 മാറ്റണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കാൻ കശ്മീർ നിയമസഭയുടെ അനുമതി അനിവാര്യമാണ്. എന്നിരിക്കെ രാഷ്ട്രപതി ഒറ്റയ്ക്കെടുത്ത തീരുമാനം നിയമപരമാകില്ല. എന്നാൽ BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള മോദിയുടെ പദ്ധതിയെ നമ്മുടെ സുപ്രീം കോടതി സൂക്ഷ്മമായി പരിശോധിച്ചില്ല എന്നാണ് ദവെ അടിവരയിടുന്നത്. ഇലക്ട്രൽ ബോണ്ട് കേസിലും സമാനമായ സർക്കാർ അനുഭാവം പ്രകടമായെന്ന് ദ വയർ ഇൻ്റർവ്യൂവിൽ ദവെ പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ നിയമവിരുദ്ധമെന്ന് കണ്ടെത്താൻ കഴിയുന്നൊരു സംഗതിയിൽ ദീർഘവർഷങ്ങളെടുത്തത് BJPക്ക് സഹായകമായി എന്നത് ഒഴുകിയ പണത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും. വൈകിയെങ്കിലും ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിരുദ്ധമായി കോടതി പ്രഖ്യാപിച്ചപ്പോഴും അതുവഴി കൈമാറിയ പണം വീണ്ടെടുക്കാൻ ഒരു നടപടിയും ചന്ദ്രചൂഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. വ്യവസായ സ്ഥാപനങ്ങളെ, വൻകിട കച്ചവടക്കാരെ, ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയും ഒടുക്കം അത്തരം കമ്പനികൾ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ കൊടുത്ത് കേസുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൻ്റെ കഥ പുറത്തു വന്നതാണ്. ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയെ സമീപിച്ചു. ഒറ്റവാക്കിൽ ആ അഭ്യർത്ഥന നിരസിക്കുകയാണ് ചന്ദ്രചൂഡ് ചെയ്തത്. ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിന് അധിക പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിഷ്കർഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ദവെ പറയുന്നത്. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ, അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടോ, ഭരണഘടനാ പദവികൾ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നുണ്ടോ, അഴിമതികൾ നടത്തുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരാൾ സെമിനാറുകളിൽ പങ്കെടുത്ത് നീതിയെക്കുറിച്ച് വലിയ വായിൽ പ്രസംഗിച്ചിട്ട് എന്തു കാര്യമെന്നാണ് ദവെ ചോദിക്കുന്നത്. ഏതൊക്കെ കേസുകൾ ഏതൊക്കെ ബെഞ്ചുകൾ കേൾക്കണമെന്ന പരമപ്രധാനമായ അധികാരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ ചന്ദ്രചൂഡ് ഭരണകൂടത്തിന് വേണ്ടി ദുരുപയോഗിച്ചുവെന്നും ദവെ ചൂണ്ടിക്കാട്ടുന്നു. അന്യായമായി ജാമ്യം നിഷേധിക്കുന്നവരുടെ, പൗരാവകാശ പ്രവർത്തകരുടെ കേസുകളെല്ലാം ഭരണകൂടത്തിൻ്റെ അടുപ്പക്കാരായ ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് വിടുന്നതിൽ ചന്ദ്രചൂഡ് പ്രത്യേക ശ്രദ്ധ വെച്ചു. ഒമർ ഖാലിദിനും ഭീമ കൊറേഗാവ് കേസിൽ അന്യായമായി തടവിൽ കിടക്കുന്ന പൊതുപ്രവർത്തകർക്കും അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും അധ്യാപകർക്കും എല്ലാം നിരന്തരമായി ജാമ്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണകൂട ബന്ധുക്കളായ ജഡ്ജിമാരിലേക്ക് കേസ് കൊടുത്തതുകൊണ്ടാണ് എന്ന് ദവെ പറയുകയാണ്. 80% ശാരീരിക ശേഷി കുറവുള്ള പ്രൊഫസർ GN സായി ബാബയ്ക്ക് കിട്ടിയ ജാമ്യം സ്റ്റേ ചെയ്യാൻ അവധി ദിവസത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയത് ജസ്റ്റിസ് MR ഷാ എന്ന ജഡ്ജിയാണ്. UAPA കേസുകളിൽ മിക്കതും MR ഷായുടെ ബെഞ്ചിലേക്കാണ് വരിക. മോദിയെ പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള MR ഷായുടെ ബെഞ്ചിലേക്ക്. ഭീമ കൊറേഗാവ് കേസുകളാകട്ടെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിലെ നിയമകാര്യ സെക്രട്ടറി ആയിരുന്ന ബേല ത്രിവേദിയുടെ ബെഞ്ചിലേക്കാണ് വരിക. ഇതെല്ലാം ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന് മേലെ വീണ നിഴലായിരുന്നിട്ടും അതിലൊന്നും മാറ്റം വരുത്തണമെന്ന് ചന്ദ്രചൂഡിന് തോന്നിയതേയില്ല. അദ്ദേഹം ഭരണകൂടത്തെ പരിധിയിൽ കവിഞ്ഞ് അസ്വസ്ഥമാക്കിയില്ല.
ജസ്റ്റിസ് ചന്ദ്രചൂഡ് അംഗമായിരുന്ന ബെഞ്ചിൻ്റെ ബാബരി കേസ് വിധി വൈരുദ്ധ്യങ്ങളും നിയമരാഹിത്യവും നിറഞ്ഞതാണ്. നിയമത്തിൻ്റെ സൂക്ഷ്മതയ്ക്കപ്പുറം സമവായത്തിൻ്റെ രൂപമുള്ള മതവിശ്വാസത്തിനും വിശ്വാസ വൈകാരികതയ്ക്കും പ്രാമുഖ്യം കൊടുക്കുന്നതുമാണ് ആ വിധി. വിരമിക്കുന്നതിന് മുൻപ് ആ വിധിയെക്കുറിച്ച് ചന്ദ്രചൂഡ് പറഞ്ഞ വാക്കുകൾ നീതിബോധമുള്ള സകല മനുഷ്യരെയും ഞെട്ടിക്കും. എത്ര ആലോചിച്ചിട്ടും ഒരു പരിഹാരവും കിട്ടാതായപ്പോൾ ദൈവമാണ് ഞങ്ങളെ സഹായിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ട് പരിഹാരമുണ്ടാക്കേണ്ടവരാണോ ഇന്ത്യയിലെ ന്യായാധിപർ? ഓരോരുത്തരും അവരവരുടെ ദൈവത്തോട് ചോദിച്ച് വിധികൾ എഴുതാൻ തുടങ്ങിയാൽ ഈ നാട്ടിലെ നിയമത്തിന് പിന്നെ എന്താണ് വില? ബാബരി പ്രശ്നത്തിൽ നിയമപരമായൊരു പരിഹാരമല്ല ഉണ്ടായത് എന്ന് സമ്മതിക്കുകയാണ് ചന്ദ്രചൂഡ് ഒരർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു CJI ഒരിക്കലും പറയാൻ പാടില്ലാത്തത്. അന്നത്തെ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസുമാർക്കെല്ലാം പിന്നീട് പലതരത്തിലുള്ള പ്രത്യുപകാരങ്ങൾ കിട്ടിയത് നാം കാണണം എന്ന് ദവെ ഓർമ്മിപ്പിക്കുന്നു. ഗവർണർമാരും MP-മാരുമൊക്കെയായി മാറിയ ന്യായാധിപർ ഇന്ത്യൻ സൊസൈറ്റിക്ക് കൊടുത്ത സന്ദേശം എന്തായിരുന്നു? BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ നടന്ന വലിയ ആസൂത്രണത്തിൽ ജുഡീഷ്യറിയുടെ റോൾ എന്തായിരുന്നു എന്ന വലിയ ചോദ്യം ഇന്ന് ഇന്ത്യൻ ജനത പങ്കുവയ്ക്കുന്നു. 5-അംഗ ബെഞ്ചിൽ രാമജന്മഭൂമി വിധി എഴുതിയത് ആരാണ് എന്നുള്ള കാര്യത്തിൽ അടുത്ത കാലത്തുവരെ നമുക്കൊരു വ്യക്തത, ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതിൽ ആരും ഒപ്പുവെച്ചിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. എന്നാൽ കഠിന പ്രശ്നത്തിന് പരിഹാരം ചോദിച്ച് ഞാൻ എൻ്റെ ഭഗവാന്റെ മുന്നിൽ ഇരുന്നു എന്നാണ് ചന്ദ്രചൂഡ് പറഞ്ഞത്. അതോടെ നമുക്കെല്ലാം വ്യക്തമായി. ലവ് ജിഹാദ് കേസിൽ ചന്ദ്രചൂഡ് സ്വീകരിച്ച സമീപനത്തെയും ദുഷ്യന്ത് ദവെ ഇഴകീറുന്നുണ്ട്. ഇന്ത്യ പോലെ വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാട്ടിൽ ലവ് ജിഹാദ് പോലെ ഒരു ആരോപണത്തിൻ്റെ അർത്ഥമില്ലായ്മയും അതുണ്ടാക്കുന്ന സാമൂഹിക അപകടത്തെയും കുറിച്ച് ചന്ദ്രചൂഡ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് ദുഷ്യന്ത് ദവെയുടെ അഭിപ്രായം. ഒരു ഹിന്ദു മുസ്ലിമിനെ വിവാഹം കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഭരണകൂടത്തിന് അവരെ അറസ്റ്റ് ചെയ്യാനും ജീവിതം തന്നെ നശിപ്പിക്കാനും കഴിയുമോ? അതെങ്ങനെ നിയമപരമാകും? നമ്മൾ ജീവിക്കുന്നത് ഏതു കാലത്താണ്, ഏത് ലോകത്താണ് എന്ന് ചന്ദ്രചൂഡ് ആലോചിക്കേണ്ടിയിരുന്നില്ലേ? അതിലെന്താണ് അദ്ദേഹം തീരുമാനങ്ങളൊന്നും എടുക്കാതെ നിരന്തരം വൈകിപ്പിച്ചത്? ആരുടെ രാഷ്ട്രീയ പദ്ധതിയോടാണ് അദ്ദേഹം മൗനമായി സഹകരിച്ചത്? ഈ ചോദ്യം ചോദിക്കുന്നു ദവെ. ഹിജാബ് കേസിലോ 2 ജഡ്ജിമാർ പിൻവാങ്ങി 3-മതൊരാളെ നിയമിക്കാൻ 2 വർഷത്തേക്ക് ചീഫ് ജസ്റ്റിസ് ഒരു ശ്രമം പോലും നടത്തിയില്ല. എല്ലാത്തരം രാഷ്ട്രീയ പദ്ധതികൾക്കും അനുഗുണമായ സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തെളിവുകളും ഉദാഹരണങ്ങളും നിരത്തി വിശദീകരിക്കുകയാണ് ദവെ. സ്വവർഗ ലൈംഗികത നിയമപരമായി തെറ്റല്ല എന്ന് വിധിച്ചത് വലിയ തോതിൽ കയ്യടി നേടിക്കൊടുത്തുവെങ്കിലും സ്വവർഗ വിവാഹങ്ങളെ അംഗീകരിക്കാൻ അദ്ദേഹം ചീഫ് ജസ്റ്റിസായ കോടതി തയ്യാറായില്ല. പൗരത്വ നിയമം പോലെയുള്ളവ അദ്ദേഹം നിരന്തരം നീട്ടിവെച്ചുവെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസായിരിക്കുമ്പോൾ നടത്തിയ ജഡ്ജി നിയമനങ്ങളുടെ കണക്കെടുത്താൽ അതിൽ ഒരു വനിത പോലും ഉണ്ടായില്ല എന്നതും അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള പ്രതിച്ഛായയുടെ പൊള്ളത്തരം വെളിവാക്കുന്നതാണെന്ന് വിമർശകർ പറയും. പ്രധാനമന്ത്രിക്കൊപ്പം വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ നടത്തുകയും അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മൂല്യത്തെ ബഹുമാനിച്ചില്ല എന്നത് പ്രധാന വിമർശനമാണ്. അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ കോടതിയുടെ വാർഷികാഘോഷത്തിന് രാഷ്ട്രീയക്കാരെ ആരെയും ക്ഷണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു. കോടതിയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ അകലം വേണമെന്നായിരുന്നു 2016 അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ 8 വർഷം കഴിഞ്ഞപ്പോൾ ചന്ദ്രചൂഡിൻ്റെ നയവും നിലപാടും മാറി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഗണേശ പൂജ ചെയ്തും അതിൻ്റെ ഫോട്ടോഷൂട്ടിന് പോസ്റ്റ് ചെയ്തും ഇരട്ടത്താപ്പ് വെളിവാക്കി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മഹാരാഷ്ട്രക്കാരനായ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ മഹാരാഷ്ട്രയുടെ പരമ്പരാഗത വേഷമണിഞ്ഞ് പ്രധാനമന്ത്രി ഒരു മതചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും DY ചന്ദ്രചൂഡിന് തോന്നിയില്ലേ എന്ന് കാരവൻ മാഗസിനിലെ ഒരു ലേഖനം അത്ഭുതപ്പെടുന്നു. അലഹബാദിലെ ജഡ്ജി ആയിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരെ കോടതി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയതിനെക്കുറിച്ച് കാരവൻ മാഗസിനിലെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അന്ന് രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതിയെ ക്ഷണിച്ചിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയും ഗവർണറും വന്നു. നിയമമന്ത്രി സദാനന്ദ ഗൗഡയും ചടങ്ങിന് വന്നു. സർക്കാരിൻ്റെ ആളുകളും BJP മന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന കാര്യം ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ചന്ദ്രചൂഡ് പുറത്തേക്ക് പറഞ്ഞതല്ല അകത്ത് നടന്നത് എന്ന്.
ചരിത്രം ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ ഓർമ്മിക്കുകയില്ല എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് ദ വയറിന് നൽകിയ അഭിമുഖം ദുഷ്യന്ത് ദവെ അവസാനിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം സൃഷ്ടിച്ച പാരമ്പര്യം, സംസ്കാരം നമ്മുടെ നാട് മറന്നു പോവട്ടെ എന്നാണ് ദവെയുടെ കമൻറ്റ്. ഇത് കേവലം DY ചന്ദ്രചൂഡ് എന്ന വ്യക്തിക്കെതിരായ വിമർശനമല്ല, മറിച്ച് അദ്ദേഹം സമാധാനത്തോടെ ജീവിക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ അവകാശത്തോട് ചെയ്ത, ഒരു ന്യായാധിപൻ ചെയ്തു വെച്ച പാതകങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഓരോ ആരാധനാലയങ്ങളും ആരുടേതാണോ അതങ്ങനെ തന്നെ നിൽക്കണം, അതിൽ തൊടാനോ കോടതികളിൽ തർക്കമുന്നയിക്കാനോ ആർക്കും അവകാശമില്ലെന്ന 91 നിയമത്തിന് നേരെ കണ്ണടച്ചുകൊണ്ടാണ് ചന്ദ്രചൂഡ് ഗ്യാൻവാപിയിൽ സർവേ നടത്താൻ അനുമതി കൊടുത്തത്. ഒരർത്ഥത്തിൽ ഒരു നിത്യനരകത്തിൻ്റെ വാതിൽ തുറക്കലായിരുന്നു അദ്ദേഹം ചെയ്തത്. നമ്മുടെ കോടതികൾ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ ഗുരുതര കീഴ്വഴക്കത്തിൻ്റെ, അപകടത്തിൻ്റെ വലിപ്പം എത്ര വലുതാണെന്ന് നാം ആലോചിക്കണ്ടേ? രാജ്യത്ത് ഏതൊരാളുടെയും പ്രോപ്പർട്ടിയിന്മേൽ മറ്റൊരാൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നില്ല, ഒരു തെളിവുമില്ലാതെ. അതെല്ലാം കോടതികൾ അംഗീകരിച്ച് അവിടെയെല്ലാം സർവേ നടത്താനും കുഴിക്കാനും ഉത്തരവിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? തെളിവില്ലാതെ ഉന്നയിക്കപ്പെടുന്ന ഹർജികൾ ഒരു നിലയ്ക്കും പ്രോത്സാഹിപ്പിക്കപ്പെടാതെ തള്ളുക എന്നതാണ് കോടതികൾ ചെയ്യേണ്ട അടിസ്ഥാന ഉത്തരവാദിത്തം എന്നിരിക്കെ, ആളുകളുടെ ഊഹാപോഹങ്ങൾക്കും രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കും തെളിവുണ്ടാക്കി കൊടുക്കാൻ കോടതികൾ മെനക്കെടുന്നു. അത് കോടതിയുടെ ഉത്തരവാദിത്തമാണോ? പക്ഷേ ഇവിടെ എന്തെങ്കിലും അവകാശവാദവുമായി വരുന്നവർക്കെല്ലാം വേണ്ടാത്ത ഗൗരവം കൊടുക്കുന്നു നമ്മുടെ കോടതികൾ. അത് ഈ നാട്ടിനെ കലുഷമാക്കുമെന്ന ജാഗ്രതാബോധം പോലും ചന്ദ്രചൂഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. നിയമവും യുക്തിയുമെല്ലാം മറികടന്നിറക്കുന്ന ഇത്തരം വിധി തീർപ്പുകൾ, അത് ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ഇന്ത്യയെ ഇല്ലാതാക്കുമെന്ന് പ്രവചിച്ച മുൻകാല നേതാക്കളെ ഇരുട്ടിൽ നിർത്തുന്ന നടപടിയാണ്. ചന്ദ്രചൂഡിനോട് വരും തലമുറകൾക്ക് ക്ഷമിക്കാനൊക്കുമോ? സുപ്രീം കോടതിയുടെ ഇത്തരം സമീപനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഭരണകൂട താൽപ്പര്യത്തിനൊപ്പിച്ച് നീങ്ങാൻ താഴെത്തട്ടിലെ കോടതികളെയും പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സംഭാലിൽ മസ്ജിദ് പരിശോധിക്കാനുള്ള ജില്ലാ കോടതിയുടെ ഉത്തരവുണ്ടായത്. 6 മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് വെടിവെച്ചു കൊന്നതിലേക്കാണ് അതെത്തിയത്. ആ ചോര ചന്ദ്രചൂഡ് ഇപ്പോൾ കാണുന്നുണ്ടാവും. സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതികൾക്കൊപ്പിച്ച് വിധികൾ പറയുക മാത്രമല്ല, സംഘപരിവാർ നേതാക്കളെപ്പോലെ വർത്തമാനം പറയാനും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കോടതികളിലെ ജഡ്ജിമാർ. വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളും നിലനിൽക്കെയാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ പരസ്യമായി വർഗീയത വിളമ്പിയത്. തീവ്ര സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു ജഡ്ജിയുടെ വിഷം തുപ്പൽ. ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യത്തിനൊപ്പിച്ചേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ എന്നാണ് ജഡ്ജി തെളിച്ചു പറഞ്ഞത്. ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും അനുസൃതമായി മാത്രം കേസുകളെ സമീപിക്കേണ്ടവർ, ജാതി മത ദേശഘടകങ്ങൾ ഒരിക്കലും പരിഗണിക്കാൻ പാടില്ലാത്തവർ, മതം മുന്നിൽ നിർത്തിയാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്ന് മറയില്ലാതെ പറയുന്നു. പ്രത്യേകമായ പ്രീതിയോ പക്ഷപാതമോ ഇല്ലാതെ ജോലി നിറവേറ്റും എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ നമ്മുടെ ഭരണഘടനയോട്, നീതിന്യായ സംവിധാനത്തോട് ചെയ്യുന്ന അപരാധം എത്ര വലുതാണ്? അതാര് തിരുത്തും? ആര് തടയും? ഇത് ഹിന്ദുസ്ഥാനാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ. അതാണ് നിയമം എന്നാണ് ശേഖർ കുമാർ പ്രസംഗിക്കുന്നത്. മുസ്ലിങ്ങൾ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അവയെ ബഹുമാനിച്ചേ തീരൂ. തീവ്രവാദികളായ മുല്ലമാരുടെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? തുടങ്ങിയ മൂന്നാംകിട സംഘപരിവാർ വർഗീയ പ്രസംഗ ശൈലിയിലാണ് ഒരു ഹൈക്കോടതി ജഡ്ജി കത്തിക്കയറിയത്. സുപ്രീം കോടതി മുൻപ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണെങ്കിൽ ശേഖർ കുമാർ യാദവിന് ഇപ്പോൾ ജയിലിലാണ് സ്ഥാനം. പക്ഷെ അത് നടക്കുമോ ഇന്നത്തെ ഇന്ത്യയിൽ? ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്ന് ഇറങ്ങിപ്പോയ ചന്ദ്രചൂഡ് സൃഷ്ടിച്ച അന്തരീക്ഷം ശേഖർ കുമാറിനെ കുറ്റക്കാരനാക്കുന്നുണ്ടോ? ദൈവത്തോട് ചോദിച്ച് വിധിയെഴുതുന്ന, മോദി സർക്കാരിന് വേദനിക്കുന്നതൊന്നും ചെയ്യാത്ത ഒരു CJIയെ കണ്ടുപഠിച്ച ജഡ്ജിമാരും അതിനൊപ്പിച്ച സംവിധാനങ്ങളും വേറെന്തെങ്കിലും ചെയ്യുമോ ഇക്കാര്യത്തിൽ? ശേഖർ കുമാർ യാദവിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തിറങ്ങുന്നു ഇപ്പോൾ. വിദ്വേഷ പ്രസംഗത്തെ തള്ളിപ്പറയുന്നില്ല BJP. ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെൻറ്റിൽ നൽകിയ നോട്ടീസിനെയും അവർ എതിർക്കുന്നു. മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചൊരു ജഡ്ജിക്ക് മാപ്പ് പറയേണ്ടി വന്നത് ഈയടുത്താണ്. ജഡ്ജിമാർ പദവി രാജിവെച്ചിറങ്ങി BJP സ്ഥാനാർത്ഥിയായി മാറുന്നതും
വിധി പ്രസ്താവങ്ങളിൽ BJPയും സംഘപരിവാരും പ്രചരിപ്പിക്കുന്ന നുണകളും എഴുതി വയ്ക്കുന്നതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ സാധാരണമായിരിക്കുന്നു. ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടുമെന്നും അവസാനത്തെ ആശ്രയ കേന്ദ്രമായി അത് തുടരുന്നുവെന്നും വിചാരിക്കുന്ന മനുഷ്യർക്കെല്ലാം കടുത്ത നിരാശ സമ്മാനിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രവണതകൾ. ന്യായാധിപൻ്റെ ദൈവവിശ്വാസമോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ഒന്നുമല്ല വിധികളെയും വിചാരണാ നടപടികളെയും നിർണയിക്കേണ്ടത്. ഒരാധുനിക സമൂഹത്തിൻ്റെ നീതി വിചാരവും അതിനൊപ്പിച്ച് നാം തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയും മാത്രമായിരിക്കണം ഓരോ ന്യായാധിപനും അടിസ്ഥാനമാക്കേണ്ടത്. മതവർഗീയതയുടെ രാഷ്ട്രീയാധികാര രൂപം നടപ്പിലാക്കുന്ന വിഭജന പദ്ധതികളെയും അവരുടെ അടിച്ചമർത്തൽ നയങ്ങളെയുമെല്ലാം ന്യായീകരിക്കുകയോ അതിനൊപ്പിച്ച് വിധികൾ പുറപ്പെടുവിക്കുകയോ ചെയ്യുന്ന സംവിധാനമായി നമ്മുടെ ജുഡീഷ്യറി മാറിയോ എന്നത് വലിയ ചോദ്യമാണ്. ഇവിധത്തിൽ തുടരുകയും ഒരെതിർ ശബ്ദവും ഇല്ലാതാവുകയും ചെയ്താൽ നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യം സമ്പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങും. ഭരണഘടന തിരുത്തി എഴുതിയിട്ടില്ലെങ്കിലും അതിൻ്റെ മൂല്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ട ഒരു നിർഭാഗ്യ ഭൂമിയായി നമ്മുടെ രാജ്യം ഇതിനകം മാറിയിട്ടുണ്ട് എന്നതും മറന്നുകൂടാ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.